ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുക കുന്തൻ സ്റ്റോൺ വെച്ചൊരു ഹെയർ ബോ ആണ്. അപ്പോൾ പാർട്ടി വെയറൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഗ്ലൂ ഞാൻ ആദ്യം അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞാണ് ഞാൻ കുന്തൻ സ്റ്റോൺസ് ഒട്ടിക്കുന്നത്. അപ്പോൾ കുന്തൻ സ്റ്റോൺസ് സ്റ്റിക്ക് നമുക്ക് ഉണ്ട് സ്റ്റോക്ക്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാറ്റലോഗിൽ ചെക്ക് ചെയ്താൽ മതി. ഇതേപോലെ കുന്തൻ സ്റ്റോൺസ് നന്നായിട്ട് ഞാൻ പ്രസ് ചെയ്ത് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. റെഡും വൈറ്റും ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് 2 തരം ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണേൽ പല കളർ ഷെയ്ഡ്സ് ഉണ്ട്. ഡ്രസ്സിനനുസരിച്ച് ഗൗണിനനുസരിച്ച് നിങ്ങൾക്ക് ആ കളേഴ്സ് സെലക്ട് ചെയ്യാനും പറ്റും. ഇത് രണ്ടും മൂൺ ഷേപ്പിലുള്ളതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ വളച്ച് വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഹെയർ ബോയുടെ പുറത്തേക്ക് നിൽക്കാതിരിക്കാനാണ്. അപ്പം കുട്ടികളുടെ മുടിയിൽ കൊണ്ടിട്ട് വലിയോ അല്ലെങ്കിൽ പോരോ ചെയ്യാതിരിക്കാൻ വേണ്ടി, എളുപ്പത്തിന് വേണ്ടി കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ തേക്കുകയാണെങ്കിൽ ഇത് പൊളിഞ്ഞു പോരും ഒന്നുമില്ല. കാരണം ഇത് ഞാനൊരു 4-5 എണ്ണം ചെയ്തതിൽ ഇതുവരെയും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം നന്നായി ഗ്ലൂ അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്യുക, നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി. മെയിൻലി ഉണക്കം കുറയുകയും ഗ്ലൂ അതേപോലെ ഉണങ്ങിയ ഗ്ലൂവിൽ ഒട്ടിക്കുകയും ചെയ്താലാണ് സ്റ്റിക്കായി ഇരിക്കാത്തത്. അതല്ല എങ്കിൽ നന്നായിട്ട് സ്റ്റിക്കായിട്ടിരിക്കും. ഇപ്പോൾ കുന്തൻ സ്റ്റോൺസ് ഇതേപോലെ കമന്ന് കിടക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി തിരിച്ചിട്ടിട്ട് ആ പെന്ന് വെച്ച് പിക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ തന്നെ നമുക്ക് സെൻറ്റർ ക്ലിപ്പേലും ഇതേപോലെ ഒട്ടിച്ചാൽ മതി. സെൻറ്റർ ക്ലിപ്പേൽ കുന്തൻ സ്റ്റോൺസ് ചെയ്തൊരു വീഡിയോ ചെയ്യുമെന്ന് കുറേ പേര് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഇതേപോലെ ഹെയർ ബോയിൽ എങ്ങനെയാണോ ഡിസൈൻ ചെയ്യുന്നത് അതേ രീതിയിൽ നമുക്ക് കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് സെൻറ്റർ ക്ലിപ്പേലും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിൽ 3 വെറൈറ്റി ഉണ്ട്. 3ഉം ഗോൾഡനിലാണുള്ളത്. സിൽവർ നമ്മുടെ പുതിയ സ്റ്റോക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഗോൾഡനിൽ സ്മോളും മീഡിയവും ലാർജും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻഡിപെൻഡൻസ് ഡേയുടെ പുതിയ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോസ് അയച്ചാൽ മതി. നമ്മൾ എടുക്കുന്ന കൂട്ടത്തിൽ അതും എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമാണ് ഞാൻ കാണിക്കുന്നത്. ഇതേപോലെ കുന്തൻ സ്റ്റോൺസ് പുറത്തേക്ക് തള്ളി നിൽക്കാതെ ഇരിക്കുമ്പോൾ നമ്മുടെ മുടിയെ തട്ടിയൊന്നും പോവത്തില്ല. ഇതേപോലെ നല്ല ഫിനിഷിങ് ലുക്കിൽ കിട്ടും. ഒരു സൈഡിൽ നിന്ന് ഒന്നും പൊളിഞ്ഞു പോവുകയോ ഒന്നുമില്ല. നല്ല വൃത്തിയിലും നല്ല ഭംഗിയില്ല, കാണാൻ തന്നെ നല്ലൊരു ഡിസൈനായിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ഹെയർ ബോ ചെയ്ത് കൊടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.